എന്തായാലും ഈ പറഞ്ഞതുപോലെ അർജന്റീനയുടെ തോൽവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ആരാധകരെ, എതിർ ടീം ആരാധകരെ, ബ്രച്ചുകൾ, അതായത് അങ്ങനെ ആ തരത്തിൽ വിളിക്കുന്ന ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, സ്പെയിൻ, ആ തരത്തിലുള്ള എല്ലാ കൂറുമുന്നണി ആരാധകരും മറുവശത്തുണ്ട്. അപ്പോൾ അർജന്റീന ഗോൾ വന്നിരിക്കുന്നു, അർജന്റീന ഗോൾ നേടിയിരിക്കുന്നു, അർജന്റീന വിജയം പിടിച്ചെടുത്തിരിക്കുന്നു. 2-1. ഹൂലിയൻ അൽവാരസ് ആണ് ഗോൾ നേടിയത്. ഹൂലിയൻ അൽവാരസ് ഈ ലോകകപ്പിൽ ഇതുവരെ ഗോൾ നേടിയിട്ടില്ല. ഒടുവിൽ ഹൂലിയൻ അൽവാരസ് നിർണായക സമയത്ത് ഗോൾ നേടുന്ന കാഴ്ച വരുന്നു. അർജന്റീന എക്സ്ട്രാ ടൈമിൽ ഒരു ഗോൾ കൂടി നേടുന്നു. 2-1 മുന്നിലെത്തി നിൽക്കുന്ന അർജന്റീനയെ കാണുന്നു. മത്സരത്തിന്റെ 112-ാം മിനിറ്റിൽ ഹൂലിയൻ അൽവാരസിന്റെ ഒരു കർവിംഗ് ഗോള്, ഒരു മഴവില്ല, അത് സ്വിസ് പടയെ, സ്വിസ് കോട്ടയെ പ്രതിരോധിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഇതാ വലയിൽ ചെന്ന് പതിക്കുന്നു. ഇത്ര നേരം കോട്ട കെട്ടി നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് 67-ാം മിനിറ്റ് മുതൽ അവർ വല്ലാത്ത രീതിയിൽ 10 പേരായി ചുരുങ്ങിയിട്ടും അർജന്റീനയുടെ ലോക ചാമ്പ്യന്മാരെ പിടിച്ചു കെട്ടിയ ആ ടീമിനെ ഇപ്പോൾ മറികടന്നിരിക്കുന്നു അർജന്റീന. 2-1 മുന്നിലെത്തിയിരിക്കുന്നു. മത്സരം തീരാൻ ഇനി 8 മിനിറ്റുകൾ, എക്സ്ട്രാ ടൈമിന്റെ 8 മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഘട്ടത്തിലാണ് അർജന്റീനയുടെ അത്യുഗ്രൻ ഗോളിനോടുകൂടി അർജന്റീന മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഹൂലിയൻ അൽവാരസിന്റെ അതിഗംഭീരമായ ഒരു ഗോളിലൂടെ അർജന്റീന മുന്നിലെത്തുന്നു. പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് നോക്കുക, കാഴ്ച എന്തൊരു കാഴ്ചയാണ്. നേരത്തെ ഈ ലോകകപ്പിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ പല ഗോളുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഹൂലിയൻ അൽവാരസ് അദ്ദേഹത്തിന്റെ ഒരു കിട്ടിലൻ ഗോള്, അദ്ദേഹം ലോകകപ്പിൽ ഇതുവരെ നേടിയിട്ടുള്ള ഏറ്റവും മികച്ച ഗോള്, അർജന്റീനയ്ക്കായി അർജന്റീനയുടെ കുപ്പായത്തിൽ അദ്ദേഹം നേടിയ ഏറ്റവും വലിയ ഗോള്. ഈ കഴിഞ്ഞ മത്സരങ്ങൾ വരെ, ഇന്നത്തെ മത്സരത്തിന്റെ തുടക്കത്തിൽ വരെ നമ്മളടക്കം വിമർശിച്ചതാണ് ഹൂലിയൻ അൽവാരസിന്റെ ബൂട്ടുകൾ ശബ്ദിക്കുന്നില്ല, എന്തിനാണ് അദ്ദേഹത്തെ കളിപ്പിക്കുന്നത് എന്നടക്കം ചോദിച്ച ആളുകളുണ്ട്. പക്ഷേ ഹൂലിയൻ അൽവാരസ്, മെസ്സി പോലും നിശബ്ദനാകുന്ന ഈ മത്സരത്തിൽ ഹൂലിയൻ അൽവാരസ് രക്ഷയ്ക്കെത്തുന്നു. ആ താരത്തെ മാറ്റാതെ മറ്റൊരു താരത്തെ മാറ്റിക്കൊണ്ട് ലൗട്ടാറോ മാർട്ടിനസിനെ 2 സ്ട്രൈക്കർമാരെ കളിപ്പിക്കാനുള്ള ആ തീരുമാനം ശരിവെക്കുന്ന സ്കലോണിയുടെ തന്ത്രം വിജയം കാണുന്നു. ഹൂലിയൻ അൽവാരസ് ഇതാ ഗോൾ നേടി അർജന്റീനയെ മുന്നിലെത്തിക്കുന്നു. അർജന്റീന 2, സ്വിറ്റ്സർലാൻഡ് 1 എന്നതാണ് സ്കോർ നില. ഇപ്പോൾ 113 മിനിറ്റ് ആയിരിക്കുന്നു. ലിയോണൽ മെസ്സിക്കും സംഘത്തിനും മറ്റൊരു വലിയ അതിജീവനം കൂടി വരികയാണ്. കേപ്പ് വെർദെക്കെതിരെ, ഈജിപ്തിനെതിരെ, ഇപ്പോൾ ഇതാ സ്വിറ്റ്സർലൻഡിനെതിരെ കൂടി കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇനി അവസാന നിമിഷങ്ങളിൽ ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. മത്സരം തീരാൻ 7 മിനിറ്റ് അല്ല 6 മിനിറ്റ്, എന്തെങ്കിലും തരത്തിലുള്ള അഡീഷണൽ സമയം കൊടുത്താൽ അതുകൂടി ഉണ്ടാവും. പക്ഷേ അർജന്റീന ഇനി സേഫ് കളിച്ചേ പറ്റൂ, അർജന്റീനയ്ക്ക് കടന്നുപോയേ പറ്റൂ. കാരണം കയ്യിലിരിക്കുന്നത് ലോക കിരീടമാണ്. അത് കൈവിട്ടാൽ പിന്നീട് മറ്റൊന്നുമില്ല. കാത്ത് കിട്ടിയ കിരീടം, അത് ഖത്തറിലെ ആ മോഹ കിരീടം നിലനിർത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. 6 പതിറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ടീം തുടർച്ചയായി ലോകകപ്പ് അടിച്ചിട്ട്. നേരത്തെ ബ്രസീലിനും ഇറ്റലിക്കും മാത്രം സ്വന്തമായിട്ടുള്ള ആ നേട്ടം സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് 3 മത്സരങ്ങൾ ജയിക്കേണ്ടതുണ്ട്. അതിൽ ഒരു മത്സരം ഇതാണ്. അതിനുശേഷം സെമി ഇംഗ്ലണ്ടിനെ നേരിടാൻ പോകുന്നത് തങ്ങൾ തന്നെയായിരിക്കുമെന്ന് അർജന്റീനയ്ക്ക് തെളിയിക്കേണ്ടതുണ്ട്. മത്സരം വലിയ രീതിയിൽ ആകാംക്ഷയോടുകൂടി പുരോഗമിക്കുന്നു. സ്വിറ്റ്സർലാൻഡ് വീണ്ടും ആക്രമിച്ചു കളിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഗംഭീരമായി തുടരുകയാണ്